Welcome to Flavors of India. പാപനാശം ഡാം പ്രോജക്റ്റ് ഏരിയയിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ലോവർ ക്യാമ്പ് ഏരിയയിലാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന മനോഹരമായ കാഴ്ചകളാണ്. വാട്ടർഫോൾസ് ഇങ്ങനെ താഴേക്ക് ഒഴുകുന്ന കാഴ്ച, പെൻ സ്റ്റോക്കിലൂടെ വെള്ളം താഴേക്ക് പോകുന്ന കാഴ്ച. അതിമനോഹരമായ കാഴ്ചകളാണ് താഴ്വാരത്തിലേക്ക് നോക്കുമ്പോൾ കാണുന്നത്. മറ്റൊരു വ്യൂ പോയിന്റിൽ വന്നു നിന്ന് ഞാൻ ആ വാട്ടർഫോൾസ് കാണുകയാണ്. എന്തൊരു മനോഹരമായ വാട്ടർഫോൾസ് ആണ്. കുറച്ച് ദൂരെയായിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നേരത്തെ നിന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ആ ഭാഗത്തായിരുന്നു. ഇപ്പം നമ്മൾ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. ആ ഒരു ഫോറസ്റ്റ് റേഞ്ച് ഏരിയയിൽ നിന്നും താഴേക്ക് നമ്മളുടെ യാത്രയാണ്. കണ്ടില്ലേ, ഇപ്പം ഇത്രയും ഡിസ്റ്റൻസിൽ നോക്കുമ്പോൾ വാട്ടർഫോൾസ് കുറച്ചുകൂടി നല്ല വിസിബിലിറ്റി. എന്തൊരു കുത്തൊഴുക്കാണത്, ബ്യൂട്ടിഫുൾ. അപ്പോൾ ഇതെല്ലാം തന്നെ അതിമനോഹരമായ വാട്ടർഫോൾസ് ഒക്കെ ഉള്ളൊരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെയാണ് പാപനാശം ഡാം പ്രോജക്റ്റ് ഇവിടെ ഉത്ഭവിച്ചത്. ഈ ഒരു മുണ്ടൻതുറൈ ഫോറസ്റ്റ് റേഞ്ച് ഏരിയയിൽ, ദാറ്റ് ഇസ് ടൈഗർ റിസർവ് ഫോറസ്റ്റ് ഏരിയയിൽ ടോട്ടലി ധാരാളമായിട്ട് ജലസ്രോതസ്സുണ്ട്. താമരഭരണി എന്നുള്ള മനോഹരിയായ നദി ഒഴുകുന്ന അല്ലെങ്കിൽ അത് ഉത്ഭവിക്കുന്ന സ്ഥലം ഒരുപാട് ഐതിഹ്യ പെരുമകളുമുള്ള സ്ഥലമാണ്. കാര്യം പാപനാശം എന്ന് പറയുമ്പോൾ അവിടെ ശിവഭഗവാന്റെ ഒരു ക്ഷേത്രമുണ്ട്. പാപനാശം ടെമ്പിളാണ് അത്. ലോകനായികി എന്ന് പറഞ്ഞിട്ട് പാർവതി ദേവിയും അതോടൊപ്പം ശിവഭഗവാനും ഇരിക്കുന്ന പാപനാശം എന്ന് പറയുമ്പോൾ എല്ലാ പാപങ്ങളും അവസാനിക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മൾ അവിടെ വന്ന് അവിടുത്തെ ഭഗവാനെ, ശിവഭഗവാനെ പ്രാർത്ഥിച്ചാൽ എല്ലാ പാപവും തീരുന്നതാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട കുറേ ഐതിഹ്യ കഥകൾ, അഗസ്ത്യമുനിയുമായി ചേർന്നിട്ടുള്ള ചില ഐതിഹ്യ കഥകൾ, ഇതെല്ലാം കോർത്തിണങ്ങി കിടക്കുന്ന സ്ഥലമാണിത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇത്രയും പ്രാധാന്യം. അപ്പോൾ ഇവിടെ എവിടെയും നോക്കിയാൽ അഗസ്ത്യമുനിയുടെ ഒരു ചെറിയ ഒരു എന്താ പറയുക, ഓർമ്മിപ്പിക്കൽ സ്റ്റാച്യൂസ്, അദ്ദേഹത്തിൻ്റെ ഒരു ക്ഷേത്രം, അഗസ്ത്യാർ ഫോൾസ് എന്ന് പറഞ്ഞൊരു ഫോൾസ്, ഇതൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഇതുകൂടാണ്ട് 2 പ്രധാനപ്പെട്ട ഡാംസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സ്, ഇലക്ട്രിസിറ്റിയുടെ പ്രോജക്ട്സ് ഉള്ള സ്ഥലമാണ്. കണ്ടില്ലേ, അതിമനോഹരമായ സ്ഥലം, ധാരാളം വന്യജീവികൾ. അപ്പോൾ വൈൽഡ് ലൈഫ് ഏരിയയും വാട്ടർ റിസർവോയർ ഏരിയയും എല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ അതൊരു വ്യത്യസ്തമായ കാഴ്ചയാണ്. ശരിക്കും നല്ല പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഒരു വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ അതിൻ്റെ ഭാഗം തന്നെയാണ് ഈ വനഭൂമി. അപ്പോൾ ധാരാളം ഫ്ലോറ, ഫൗണ, അതായത് പലതരം സസ്യങ്ങൾ, മരങ്ങൾ, പിന്നെ എൻഡേഞ്ചേർഡ് ആയിട്ടുള്ള സ്പീഷീസ് ആയിട്ടുള്ള ഒരുപാട് മൃഗങ്ങൾ, മൃഗാദികൾ ഒക്കെയുള്ള, ടൈഗർ ധാരാളമുള്ള ഒരു കാട്. അപ്പോൾ തന്നെ മനസ്സിലായല്ലോ, ടൈഗർ റിസർവ് ഫോറസ്റ്റ്. പിന്നെ ഇഷ്ടം പോലെ ജലസ്രോതസ്സും. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? ആ പച്ചപ്പ് കാണുമ്പോൾ അറിയില്ലേ. ഇനി നമ്മളുടെ യാത്ര താഴേക്കാണ്. നമ്മൾ താഴേക്ക് പോവാണ്. ഈ വലിയ ഒരു ഹൈറ്റിൽ നിന്നും താഴേക്കുള്ള യാത്രയിലാണ് ഞാൻ. ഓൺ ദ വേ ആണ് വീണ്ടും നമ്മൾ വാട്ടർഫോൾസും ഒക്കെ ഇങ്ങനെ കാണുന്നത്. താഴേക്ക്
താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആക്ച്വലി നമ്മൾ മേളിൽ നിന്ന് കണ്ടുകൊണ്ടിരുന്ന വാട്ടർഫാൾസിൻ്റെ അടുത്തേക്ക് എത്താറായപ്പോൾ ഇവിടെ ചെറിയൊരു പ്രശ്നം, താഴേക്ക് ഇപ്പോൾ വിടുന്നില്ല. അല്ലെങ്കിൽ നമ്മൾക്ക് അവിടെ വരെ പോയിട്ട് അത് അഗസ്ത്യാർ ഫാൾസ് ആണ്. എന്തൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് മേളിൽ നിന്ന് ഇങ്ങനെ തൊട്ടായിട്ട് വരുന്നൊന്നുണ്ടല്ലോ. ഇപ്പം എന്താ വെച്ചാൽ ഇവിടെ ഫോറസ്റ്റിൻ്റെ ഓഫീസേഴ്സ് പറഞ്ഞിരിക്കുന്നത് അങ്ങോട്ട് പോകാൻ പാടില്ല. കാര്യം ഇപ്പം ഡാം തുറന്ന് വിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് വെള്ളത്തിൻ്റെ ഫ്ലോ വളരെ കൂടുതലാണ്. അപ്പോൾ കുറച്ച് ഡേഞ്ചറസ് ആണ്. അപ്പോൾ ഇന്ന് ഉച്ചവരെ വിട്ടു, ഉച്ചയ്ക്ക് ശേഷം അവർ ക്ലോസ് ചെയ്തു താഴേക്കുള്ള വഴി വിടുന്നില്ല, പെർമിഷൻ തരുന്നില്ല. അല്ലെങ്കിൽ നമുക്ക് അവിടെ വരെ പോകാമായിരുന്നു. ഇപ്പോൾ ഇച്ചിരി ഡേഞ്ചറസ് ആണ്, അത് കാരണമാണ് അങ്ങോട്ട് വിടാതെ. ആ വെള്ളത്തിൻ്റെ ഫോഴ്സ് കാണുമ്പോൾ അറിയാമല്ലോ അല്ലേ. അവിടെ താഴെ ഒരു ടെമ്പിൾ ഉണ്ട്, അത് അഗസ്ത്യാർ ടെമ്പിളാണ്, അഗസ്ത്യ മുനിയുടെ ക്ഷേത്രവും. അതിൻ്റെ തൊട്ട് ബാക്കിൽ കാണുന്ന ഫാൾസാണ് അഗസ്ത്യാർ ഫാൾസ്. ഏറ്റവും മേളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ തട്ടായി വന്ന് താഴേക്ക് പോകും. അപ്പോൾ ഡാം തുറന്നു വിടുക വെച്ചാൽ അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഷട്ടേഴ്സ് തുറന്നു വിടുന്ന ഒരു മേഖലയല്ല, അല്ലാതെ ഒരു സൈഡിലൂടെ അതിൻ്റെ ഡാമിൻ്റെ പ്രഷർ കുറയ്ക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഇങ്ങനെ ഓവർഫ്ലോ ചെയ്ത് വിടാറുണ്ട്. അത്തരം തുറന്നു വിടൽ കാര്യം അപ്രതീക്ഷിതമായി ധാരാളം മഴ വരുമ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. കണ്ടില്ലേ, ഭയങ്കര കുത്തൊഴുക്കാണ്. പക്ഷേ അതിമനോഹരമായ വാട്ടർഫാൾസാണിത്, അഗസ്ത്യാർ ഫാൾസ്. അതിൻ്റെ തൊട്ട് പിന്നിലാണ് അതേ കാണുന്നതാണ് ക്ഷേത്രം. അപ്പോൾ അഗസ്ത്യ മുനിയുടെ ഒരുപാട് ഐതിഹ്യ കഥകളുള്ള സ്ഥലമാണിതെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ പാപനാശം എന്ന് പറയുന്ന സ്ഥലത്തെ ശിവഭഗവാന്റെ ക്ഷേത്രവും അതിനോടനുബന്ധിച്ച് തന്നെയാണ്, അതിൻ്റെ വളരെ അടുത്താണ് ഈ അഗസ്ത്യ മുനിയുടെ ക്ഷേത്രവും. അപ്പോൾ അതിനെക്കുറിച്ച് പറയുന്ന ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ശിവപാർവതിമാരുടെ വിവാഹം ഇതിൻ്റെ വളരെ അടുത്തൊരു സ്ഥലത്ത് നടക്കാൻ പോകുന്നു. അപ്പോൾ എല്ലാ ദേവീ ദേവന്മാരും അവിടെ സമ്മേളിക്കുന്നു. ആ സമയത്ത് അഗസ്ത്യ മുനിക്ക് ശരിക്കും അങ്ങോട്ടേക്ക് പോകാനായിട്ട്, ഈ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാനായിട്ട് വലിയ ആഗ്രഹത്തോടു കൂടി ഇരിക്കുമ്പോൾ ശിവഭഗവാൻ പറയാണ്, എല്ലാ ദേവീ ദേവന്മാരും ഇവിടെ വന്നതുകൊണ്ട് ലോകത്തിൻ്റെ ബാലൻസ് തെറ്റിയിരിക്കുകയാണ്, അതുകൊണ്ട് താങ്കൾ അതിൻ്റെ ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ട് ഇവിടെ തന്നെ ഉണ്ടാകണം, വിവാഹത്തിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. ശരി, സമ്മതിക്കുന്നു. ഭഗവാൻ പറഞ്ഞതല്ലേ, ശിവഭഗവാന്റെ ആഗ്രഹപ്രകാരം അഗസ്ത്യ മുനി ആ വിവാഹത്തിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്നു, ഇവിടെ തന്നെ നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം വളരെ സങ്കടത്തോടു കൂടി ഇങ്ങനെ ഒരു പാറയുടെ മുകളിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ വിവാഹശേഷം ശിവഭഗവാനും പാർവതി ദേവിയും അവരുടെ വിവാഹ മാല, അതായത് ഹാരത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ അഗസ്ത്യമുനിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു, എന്നിട്ട് അനുഗ്രഹിക്കുന്നു. അതൊരു ഭയങ്കര കാഴ്ചയല്ലേ അല്ലേ. വിവാഹ വസ്ത്രത്തിൽ ആ ഒരു ഹാരത്തോടു കൂടി വന്ന് മുനിയുടെ മുന്നിൽ എത്തുകയും അഗസ്ത്യ മുനിയെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു, താങ്കളെ കാണാൻ വരുന്ന ഭക്തജനങ്ങളെയും അതോടൊപ്പം ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്കെല്ലാം ഞങ്ങളുടെ അനുഗ്രഹം ഉണ്ടാകും. അപ്പോൾ ശിവപാർവതിമാരുടെ ഞങ്ങളുടെ ഒരു ക്ഷേത്രവും ഇവിടെ ഉണ്ടാവും. അതാണ് പാപനാശത്തെ ക്ഷേത്രം. അതിൻ്റെ വളരെ അടുത്ത് തന്നെ അഗസ്ത്യ മുനിക്ക് ഒരു ക്ഷേത്രം ഉണ്ടാകുമെന്നും അനുഗ്രഹിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഈ അഗസ്ത്യ മുനി ക്ഷേത്രം ഇവിടെ ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ഐതിഹ്യ കഥകളുണ്ട്. അപ്പോൾ പാപനാശത്തിലെ ക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചാൽ അത് പാപനാശം ഉണ്ടാകും എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് ശക്തിയുള്ള ശിവഭഗവാനാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ കണ്ടില്ല അഗസ്ത്യാരുടെ ക്ഷേത്രം തൊട്ട് താഴെ. എനിക്ക് വാസ്തവത്തിൽ അവിടെ വരെ പോകണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ആ റോഡിലേക്ക് നമ്മളെ വിടുന്നില്ല. സാധാരണഗതിയിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലുമൊക്കെ സമയത്ത് വന്നാൽ അഗസ്ത്യ ക്ഷേത്രവും കാണാം, അഗസ്ത്യ ഫാൾസും കാണാൻ സാധിക്കും. ഇന്നത്തെ പ്രത്യേക സാഹചര്യം കൊണ്ട് മാത്രം നമുക്ക് ആ ഫാൾസിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല, അത്ര മാത്രം വിചാരിച്ചാൽ മതി. നിങ്ങൾ വേറെ ഏതെങ്കിലും സമയത്ത് വന്നാൽ പോയി കാണാൻ സാധിക്കും. വാട്ടർഫാൾസിന്റെ പല ആംഗിളിൽ നിന്നുള്ള സൗന്ദര്യം ഞാനിങ്ങനെ ആസ്വദിച്ചിട്ട്, അവിടെ നിന്ന് നോക്കി ഇവിടെ നിന്ന് നോക്കി ഇങ്ങനെ ഓടി നടന്ന് നോക്കുകയാണ്. എന്റെ വെപ്രാളം എന്താണെന്ന് മനസ്സിലായോ? അങ്ങോട്ടേക്ക് വിടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം. ഞാൻ ഒരുപാട് കാല് പിടിച്ച് നോക്കി, ഒന്ന് താഴേക്ക് പോയിക്കോട്ടെ, സൈഡിൽ നിൽക്കുള്ളൂ, ഞാൻ വെള്ളത്തിൽ ഇറങ്ങില്ല എന്നെല്ലാം പറഞ്ഞു നോക്കി. പക്ഷേ റൂൾ ഇസ് റൂൾ. ഈ സമയത്ത് അങ്ങനെയാണ്. കാര്യം ഇന്ന് ഉച്ചയ്ക്ക് 1 മണി വരെ ഇവിടെ ആൾക്കാർ കുളിക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് ഈ വാട്ടർഫാൾസിൽ. അന്നേരം ഇത്രയും വെള്ളച്ചാട്ടത്തിന് ഇത്രയും ഫോഴ്സ് ഇല്ലായിരുന്നു, ചെറിയ ഫോൾസ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. സ്പിൽവേ തുറന്നു വിട്ടു ഡാമിലെ. അപ്പോൾ സ്വാഭാവികമായിട്ടും വെള്ളത്തിന്റെ അളവ് കൂടി, അപ്പോൾ ആൾക്കാരെ മാറ്റിയിട്ടാണ് സ്പിൽവേ തുറന്നു വിട്ടത്. അപ്പോൾ ഭയങ്കര ശക്തമായ രീതിയിൽ വെള്ളം ഒഴുകി തുടങ്ങി. അതുകൊണ്ട് പിന്നെ ഇനി ആൾക്കാരെ വിടാൻ പാടില്ലല്ലോ, അവർക്ക് പേടിയാണ്. നമ്മൾ വെള്ളത്തിൽ ഇറങ്ങുമോ എന്നൊക്കെ ഉള്ള പേടി. ഇറങ്ങില്ല എന്ന് എത്ര വർഷം പറഞ്ഞു, എന്നിട്ട് കേൾക്കുന്നില്ല, രക്ഷയില്ല. എങ്കിൽ ഇവിടെ നിന്ന് കണ്ട് വിഷമമാണെങ്കിൽ ഇവിടെ നിന്ന് കണ്ട് ആസ്വദിക്കാം. ഇനി അടുത്ത പ്രാവശ്യം വരുമോ അതിനടുത്ത് പോകാൻ പറ്റുമോ എന്ന് നോക്കാം. പക്ഷെ നിങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും പോകാൻ പറ്റും അഗസ്ത്യാർ ഫാൾസിന്റെ അടുത്തേക്ക്. വീണ്ടും നമ്മൾ അഗസ്ത്യാർ ഫാൾസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു വ്യൂ പോയിന്റിൽ നിന്നും.
ഒരു കാലത്തും നമ്മളുടെ എന്താ പറയുക അഗസ്ത്യാർ ഫോൾസിന്റെ സൗന്ദര്യം തീരുന്നില്ല, നമ്മൾ കണ്ടു മതിയാകുന്നില്ല എന്നുള്ളതാണ്. താഴേക്ക് പോകുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള വ്യൂ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നോക്കി, ഇതിപ്പോൾ കുറച്ചുകൂടെ സെൻറ്റർ പോയിന്റ് കിട്ടുകയാണ്. ഏറ്റവും വെളിയിൽ നിന്ന് ഇങ്ങനെ ഒഴുകി കുത്തി ഇറക്കി താഴേക്ക് വന്ന് ചാടി കുറച്ചുകൂടെ പരന്ന രീതിയിൽ ഇങ്ങനെ കുറച്ചുകൂടെ വിസ്തൃതിയിൽ അത് താഴേക്ക് ഒഴുകി സ്റ്റെപ്പായിട്ട് ഇങ്ങനെ 2 ശാഖകളായി ഇങ്ങനെ പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഇത്രയും മനോഹരമായ രീതിയിൽ അഗസ്ത്യാർ ഫോൾസിനെ ഒരു പക്ഷേ എപ്പോഴും കാണാൻ പറ്റിയെന്നിരിക്കില്ല. ഇത് ഏറ്റവും നല്ല ഭംഗിയോടുകൂടിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരു പക്ഷെ അടുത്ത് പോയാൽ പോലും ഇത്രയും സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയെന്നിരിക്കില്ല. ഇത് ഈ മഴ വന്നതുകൊണ്ടും ഇത്രയും മഴയുള്ളത് കൊണ്ട് നവംബർ ഡിസംബർ കാലഘട്ടത്തിൽ ഇങ്ങനെയാണെന്നാണ് പറഞ്ഞത്. ഇടയ്ക്കിടയ്ക്ക് ഡാം തുറന്നു വിടേണ്ടി വരും. കാര്യം ഡാം ഏരിയ കാച്ച്മെൻറ്റ് ഏരിയയിലൊക്കെ ഭയങ്കര മഴയാണെങ്കിൽ അപ്പോൾ ഒരു സൈഡിൽ കൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പോകും. ആ വെള്ളത്തിന് തുറന്നു വിടുന്നതനുസരിച്ചിട്ട് വെള്ളം ഇങ്ങനെ കുത്തൊഴുക്കായിട്ട് വരും. അപ്പോൾ കുറേ കഴിയുമ്പോൾ അതിൻ്റെ ഫോഴ്സ് കുറഞ്ഞു വരും. അത് കഴിയുമ്പോൾ വീണ്ടും ആൾക്കാരെ വിടുവായിരിക്കും. അത് കഴിഞ്ഞ് വീണ്ടും അടച്ചിടും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭംഗി ഇങ്ങനെ തന്നെ ആസ്വദിക്കും. ഇതിപ്പോൾ ഏതാണ്ട് ഒരു നയാഗ്ര വാട്ടർഫോൾസ് പോലെ അത്രയും ശക്തമായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിമനോഹരമായ വ്യൂ പോയിന്റ്സ്, നമുക്ക് ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ സ്ഥലമായിരിക്കും. തീർച്ചയായിട്ടും വരേണ്ട സ്ഥലം തന്നെയാണ്. പക്ഷേ സീസൺ നോക്കി വരിക. നവംബർ ഡിസംബറാണ് ഏറ്റവും നല്ല സമയം എന്ന് എനിക്ക് തോന്നുന്നു. നവംബർ ഡിസംബർ ജാനുവരി ആ ഒരു പീരീഡിൽ നല്ല തണുപ്പാണ്, പിന്നെ നല്ല മഴക്കാലമാണ്. ഇടയ്ക്കിടയ്ക്ക് വന്നും പോയും നിൽക്കുന്ന മഴ, ആ മഴ നമുക്ക് നല്ലതാണ്. കാര്യം ഈ വെള്ളത്തിൻ്റെ സ്രോതസ്സുള്ള സ്ഥലത്തെല്ലാം മഴ വരുന്നതല്ല. പ്രത്യേകിച്ച് വന അന്തരീക്ഷങ്ങളെല്ലാം, റെയിൻ ഫോറസ്റ്റ് ഏരിയാസ് എല്ലാം, എവർഗ്രീൻ ഫോറസ്റ്റുകളെല്ലാം മഴ നല്ല ഗുണം ചെയ്യും. നല്ല ഒരു ഗ്രീനറി കൂടും, പച്ചപ്പ് കൂടുതലായിരിക്കും. അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും. അതാണ് ഇത്തരം സമയമാണ് എപ്പോഴും നല്ലത്. ഒരുപക്ഷെ ആനിമൽസിനെ സ്പോട്ട് ചെയ്യാൻ കൂടുതൽ നല്ലത് സമ്മർ പീരീഡാണ്. കാര്യം അവർക്ക് വെള്ളം കിട്ടാൻ വേണ്ടി അവർ പല സ്ഥലത്തുനിന്നും കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും. പക്ഷേ ഇപ്പോൾ എല്ലാം അകത്തിരിക്കുവാണ്. എങ്കിലും നമ്മൾക്ക് നല്ല രസമാണ്. ഇങ്ങനെയുള്ള നേച്ചറിനെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. താഴേക്കുള്ള യാത്ര തൽക്കാലം ഞാൻ കുറച്ച് നേരത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇച്ചിരി നേരം ഇവിടെ ഇരുന്ന് വാട്ടർഫാൾസ് കണ്ട് കുറേ നേരം എനിക്ക് ഭയങ്കര സന്തോഷം മനസ്സിന്. അത് കുറച്ച് നേരം കൂടി കണ്ട് ആ സന്തോഷം കുറച്ച് നേരം കൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ താഴേക്ക് പോകുന്നുള്ളൂ. യാത്രയിലാണ്. നേരം ഇങ്ങനെ ചെറുതായി ഇരുട്ടി തുടങ്ങുന്നു. പെട്ടെന്ന് തന്നെ രാത്രിയാകും. കാര്യം സൂര്യാസ്തമയം കഴിഞ്ഞിരിക്കുകയാണ്. ലൈറ്റ് ലോ ആയി തുടങ്ങി. പക്ഷെ വെള്ളച്ചാട്ടത്തിന് യാതൊരു മാറ്റവും ഇല്ല. അതിങ്ങനെ അതിൻ്റെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താഴേക്കുള്ള ഒഴുക്ക് ഭംഗിയാണ്. മിൽക്കി വൈറ്റ് ആയിട്ട് ഇങ്ങനെ പതഞ്ഞിങ്ങനെ വെള്ളം താഴേക്ക് പോകുന്ന കാഴ്ച. കാഴ്ച മാത്രമല്ല, ഇതിൻ്റെ ശബ്ദം ഉണ്ടല്ലോ. വാട്ടർഫാൾസിൻ്റെ ഒരു സൗണ്ട് എന്ന് പറഞ്ഞാൽ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു പ്രത്യേക ഒരു ഈണമാണ്. അതൊരു മ്യൂസിക്കൽ സെപ്പറേറ്റ് ആണത്. അത് നമ്മളിങ്ങനെ ആസ്വദിക്കുകയാണെങ്കിൽ ഭയങ്കര രസമാണ്. കാടിൻ്റെ ശബ്ദവും വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദവും ഒക്കെ നമുക്കിങ്ങനെ അതിലിങ്ങനെ മുഴുകിയിരുന്നതിന് സമയം പോകുന്നത് അറിയില്ല. അപ്പോൾ നമ്മൾ മുണ്ടന്തറി ടൈഗർ റിസർവ് ഫോറസ്റ്റ് ഏരിയയിൽ നിന്നും താഴേക്കുള്ള യാത്രയിലാണ്. ഇനി കുറച്ച് ദൂരം കൂടി താഴേക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാപനാശം എന്ന് പറയുന്ന ടൗൺ ഏരിയയിലേക്ക് എത്തും. നമുക്ക് ചെക്ക് പോസ്റ്റ് എല്ലാം കടന്ന് താഴേക്ക് പോകാം. എന്തായാലും പോകാനേ മനസ്സ് വരുന്നില്ല, എങ്കിലും പോയല്ലേ പറ്റുള്ളൂ. നമ്മുടെ യാത്ര മുന്നോട്ട് തന്നെ പോകാം.
ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന വിഭവം എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മളുടെ കറക്കത്തിന്റെ അവസാനം നമ്മളൊരു ഐറ്റം കാണുന്നു. ഇതൊരു സ്വീറ്റ് ഡിഷാണ്. പിന്നെ നമ്മൾ മേരി ചേച്ചിയുടെ കൂടെ തന്നെയാണ്. കൂട്ടത്തിൽ ഒരാൾ കൂടെ ഉണ്ട്, മുഹമ്മദ് ദിവാൻ. ഇദ്ദേഹമാണ് ഇവിടുത്തെ ഒരു വലിയൊരു അടുത്ത് തന്നെ ഉള്ളൊരു ഫ്രണ്ടാണ്. തൊട്ടപ്പുറത്താണ് സഹായിക്കാൻ വന്നതാണ്. പുള്ളി വളരെ സ്പെഷ്യലാണ്. കേസരിയൊക്കെ നന്നായിട്ട് സ്വീറ്റ് എല്ലാം ഉണ്ടാക്കാൻ അറിയുന്ന ആളാണ്. പുള്ളിയുടെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ടാണ് ഇന്ന് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം നല്ലൊരു കേസരി, തമിഴ്നാട്ടിൽ കേസരിയും വളരെ പ്രധാനമാണ്. അപ്പോൾ ഇവിടെ പ്യുവർ ഗീയിലും ചെയ്യാം, അല്ലെങ്കിൽ ഡാൽഡ പകുതി ഗീ പകുതി അങ്ങനെയും ചെയ്യാം. പക്ഷേ ഇതിപ്പോൾ ഡാൽഡയ്ക്ക് പകരം എണ്ണയും കുറച്ച് നെയ്യും വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കണക്കെന്ന് പറഞ്ഞാൽ 1/4 കിലോ റവയ്ക്ക് 1/2 കിലോ പഞ്ചസാര, അതാണ് അളവെടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ വെള്ളം ഈ പാത്രത്തിന് 2 പാത്രമാണ്. അപ്പോൾ അത് ഏകദേശം ഒരു അപ്പോൾ ഇതിനൊരു പാത്രം റവയ്ക്കാണെങ്കിൽ 2 പാത്രം മതിയോ വെള്ളം? ഓക്കെ, ശരി. അപ്പൊ ഡബിൾ ക്വാണ്ടിറ്റി വാട്ടർ. ഇപ്പൊ ഒരു കപ്പ് റവ എടുക്കുകയാണെങ്കിൽ 2 കപ്പ് വെള്ളം എന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ചു. അപ്പൊ എണ്ണ ഒരു 100 മില്ലി ചൂടാക്കാൻ വെച്ചു. ഇനി അതിലിട്ട് ആദ്യം റവ ഒന്ന് വറുക്കണം. ഇതൊരു 1/4 കിലോ ബോംബെ റവ. ഇതൊന്ന് വറുത്തെടുക്കും ആദ്യം. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് വെള്ളം ഒഴിക്കും. വെള്ളത്തിൽ കിടന്ന് അല്പം ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് പഞ്ചസാര ഇടും. എണ്ണ നല്ല ചൂടായി അതിലിട്ട് റവ ഇട്ട് വറുക്കണം. ഇതിപ്പോ എണ്ണ അല്ലെങ്കിൽ ഡാൽഡയാണ്, അല്ലെങ്കിൽ പ്യുവർ ഗീ, എന്താണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ റവ നന്നായിട്ട് മൂക്ക് വറുക്കുന്നു. അപ്പൊ 100 ml എണ്ണയിലാണ് ഇപ്പോൾ വറുത്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഫുൾ ഗീയിലും ചെയ്യാം, എണ്ണയിൽ തന്നെ ചെയ്യാം. പക്ഷെ ഇവരിവിടെ ഇങ്ങനെ മാറി മാറി ചെയ്യും. ഡാൽഡയിൽ ചെയ്യാറുണ്ട്, എണ്ണയിലും ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇത് എണ്ണയിലാണ് കാണിച്ചത്. അപ്പോൾ ഇനി നെക്സ്റ്റ് വെള്ളം ഒഴിക്കണം. ഡബിൾ ക്വാണ്ടിറ്റി വാട്ടർ. എത്ര റവയുണ്ടോ അതിൻ്റെ ഇരട്ടി വെള്ളം. ചൂട് വെള്ളമാണ് നല്ലത്, അല്ലേ? തിളച്ച വെള്ളം. അപ്പോൾ എൻ്റെ കയ്യിലേക്കാണ് കാര്യങ്ങൾ തന്നിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, മുന്തിരിങ്ങ, അതിനോടൊപ്പം ഏലക്ക പൊടിച്ചത്. ഇതെല്ലാം അവസാനം ചേർക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇത് ഏതാണ്ട് ഒരു കളർ ഒരുപാട് മാറരുത്, പക്ഷെ മൂക്കണം. അപ്പോൾ ഈ സ്റ്റേജിൽ തന്നെ ഏലക്ക പൊടിച്ചതും പിന്നെ അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പും ചേർക്കാൻ പോകുന്നു. ഇത് കിസ്മിസാണ് ചേർത്തിരിക്കുന്നത്. ഇച്ചിരി കളറും കൂടി ചേർക്കാം, കുറച്ച് കളറ്. കേസരി. അപ്പൊ കേസരി കളറും കുറച്ച് ചേർത്ത്. അതിപ്പോൾ ഓറഞ്ച് കളർ ആകാം, അതല്ലെങ്കിൽ യെല്ലോ ആവാം. ഇതിപ്പോൾ ഓറഞ്ച് കളർ തോന്നുന്നു. ഇനി ഇതിലേക്ക് റെഡ് കളറാണ്. ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിക്കാൻ പോകും. ഡബിൾ ക്വാണ്ടിറ്റിയാണ് വെള്ളം ഒഴിക്കുന്നത്. കുറച്ച് വെള്ളം കൂടി വേണം. അപ്പോൾ ഏകദേശം ഒരു കുറച്ച് വെള്ളം വറ്റി കഴിയുമ്പോൾ കുറച്ച് വെന്ത് തുടങ്ങി റവ. ഇനി ഇതിലേക്ക് പഞ്ചസാരയും ഡബിളാണ്, 500 ഗ്രാംസ്. 280 ഗ്രാം റവയ്ക്ക് 500 ഗ്രാം പഞ്ചസാര. ഇതെല്ലാം കൂടി ഒന്ന് ടൈറ്റായി വരണം. എന്നിട്ട് നെയ്യ് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ കുറച്ച് നെയ്യും കൂടി ചേർക്കാം. അപ്പോൾ ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു. നെയ്യുടെ ക്വാണ്ടിറ്റിയെല്ലാം ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പക്ഷേ ഇച്ചിരി നെയ്യ് ഒഴിച്ച് നെയ്യ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്ന രീതിയിലായിട്ടുണ്ട്. കാര്യം ധാരാളം എണ്ണ ഇതിൽ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് കറക്റ്റ് പാത്രത്തിൽ നിന്നും വിട്ട് വരുന്ന ഒരു പാകമാകും. അത് കഴിഞ്ഞ് ഒരു പ്ലേറ്റിലേക്ക് 2-3 ടൈപ്പ് ഓഫ് കേസരി ഉണ്ട്. ചിലതിങ്ങനെ കട്ട് ചെയ്ത് പീസ് ആക്കുന്ന അത്രയും ടൈറ്റ് ആക്കും, ചിലതിങ്ങനെ സ്കൂപ്പ് ചെയ്യുന്ന രീതിയാണ്. ഇത് കുറച്ചുകൂടെ ടൈറ്റ് ആക്കിയിട്ട് പ്ലേറ്റിൽ വെച്ചാൽ കറക്റ്റ് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ സ്കൂപ്പ് ചെയ്ത് കഴിക്കാൻ പറ്റും. പ്രത്യേകിച്ചൊരു പാത്രത്തിലൊന്നും വെച്ചില്ലെങ്കിൽ. ഇവിടെ റെഡിയാണ് കേസരി. ഇറ്റ്സ് ഓൾമോസ്റ്റ് റെഡി. ഇതെനിക്ക് കഴിക്കാനായിട്ടാണ്. സെറ്റ് ആകുന്നതിന് മുന്നേ തന്നെ എടുത്തു കഴിഞ്ഞു സ്കൂപ്പ് ചെയ്ത് തന്നെ കഴിക്കാം. അങ്ങനെ ചൂട് കേസരിയാണ് കഴിക്കാൻ പറ്റുന്നത്. നല്ല സ്വീറ്റ്, നെയ്യുടെ ചെറിയ ടേസ്റ്റ്, ബാക്കി കൂടുതലും ഓയിലാണ്. പക്ഷെ ഓയിലാണെങ്കിലും ആ ഒരു എണ്ണയുടെ ചുവയൊന്നുമില്ല. പക്ഷെ ഇത് ഫുൾ ഗീയിൽ ചെയ്താൽ കുറേ കൂടി സ്വാദായിരിക്കും, അല്ലേ?
മധുരം എനിക്ക് ഭയങ്കര ഇഷ്ടം. അതാണ് കാര്യം. നല്ല ടേസ്റ്റ്. എന്തായാലും സന്തോഷം. അങ്ങനെ കുറച്ച് ദിവസമായിട്ട് ഇവിടെ മേരി ചേച്ചിയുടെ പുറകെ നടക്കുകയാണ് നമ്മൾ. പല പല വിഭവങ്ങൾ കണ്ടു. ഇന്ന് ഇദ്ദേഹത്തിൻ്റെയും കൂടെ കൈപ്പുണ്യമാണ് കണ്ടിരിക്കുന്നത്. മുഹമ്മദ് ദിവാൻ. പുള്ളി തെങ്കാശി സ്വദേശിയാണ്. എന്തായാലും മേരി ചേച്ചി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഓരോ ദിവസങ്ങളായിട്ട് നിങ്ങൾ ഈ കടയുടെ ഈ ചേച്ചിയുടെ കൈപ്പുണ്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വീട്ടിൽ ട്രൈ ചെയ്യുക. അതല്ലെങ്കിൽ ഇങ്ങോട്ട് വരിക അല്ലേ. ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഈ ഒരു ക്യാൻറ്റീനിലേക്ക് വരിക. ഇത് ഇലക്ട്രിസിറ്റി ബോർഡ് EB ക്യാൻറ്റീനാണ്. ഇവിടെ വന്നാൽ മതി. ഇവരെ എല്ലാവരെയും പരിചയപ്പെടാം. ഇവിടുത്തെ ഭക്ഷണവും ഇപ്പോൾ അവരുടെ പ്രസൻസ് അറിയിക്കുന്നുണ്ട്. മേളിലുള്ള കുരങ്ങന്മാരെല്ലാം ഇടയ്ക്കിടയ്ക്ക് കാര്യം ഇവിടെ കാര്യമായിട്ട് കുക്കിംഗ് നടക്കുന്നു എന്ന് മനസ്സിലായി അവർക്ക് സഹിക്കാൻ വയ്യ. അവരിങ്ങനെ നടന്ന് ശല്യപ്പെടും. മുകളിലൂടെ ഓടി നടന്ന് ബഹളം വെക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതേ താഴെ വന്ന് എത്തി നോക്കിയിട്ട് പോകും ഈ അഴിയുടെ ഇടയിലൂടെ. എങ്കിലും നല്ല രസം. ഏതായാലും ഇനി ഇവിടെ നിന്നെല്ലാം പോകാൻ സമയമാകുന്നു. അപ്പോൾ നമുക്ക് യാത്ര മുന്നോട്ട് തന്നെ. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടല്ലോ. ഇനി ബൈ.